ഇവിടെ ഒരാൾ ഇരിക്കാൻ പോലും സമയമില്ലാണ്ട് നിന്നുകൊണ്ട് കാണുന്ന ഈ സിനിമ ഇതേതാണെന്നറിയില്ലേ? ഈ ഫിലിം എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന്, ഇനി അടുത്ത സീൻ എന്താണെന്നോ ഡയലോഗ് എന്താണെന്നോ ഇതൊക്കെ കാണാപ്പാടാണ്. എന്നാലും ഞങ്ങളിങ്ങനെയാണ്. എല്ലാവർക്കും ഓഫുള്ള ദിവസമാണ് ഞങ്ങൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഫുഡ് ഉണ്ടാക്കാറ്. എനിക്ക് ചോറ് വിട്ട് യാതൊരു കളിയില്ല. അതുകൊണ്ട് എന്നാൽ പിന്നെ ഇന്ന് മന്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ തൈ പീസ് ചിക്കൻ, അതിലേക്ക് 2-3 മാഗി ക്യൂബ്. ചിക്കൻ തോല് കളയരുത്, തോലോടെ വെക്കുന്നതാണ് നല്ലത്. പിന്നെ കുരുമുളക് പൊടിച്ചത്, ഇനി കുറച്ച് മുഴുവൻ കുരുമുളക്. ഇനി ക്യുമിൻ സീഡാണ് വേണ്ടത്, നമ്മുടെ ജീരകം, സാധാ ചെറിയ ജീരകം. പിന്നെ കുറച്ച് ഗരം മസാല, ഇനി കുറച്ച് പുതിനയിലയും മല്ലിയിലയും. ഞാൻ ഫ്രീസറിൽ വെച്ചതുകൊണ്ടാണ് ഞാനിങ്ങനെ പൊടിച്ച് ചേർക്കുന്നത്. നന്നായിട്ട് കുനുകുനാന്ന് അരിഞ്ഞ് ചേർക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇനി ഏലക്ക, ഒരു 8-10 ഏലക്ക. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ക്യാപ്സിക്കം ഒരു 3 എണ്ണം നന്നായിട്ട് അരിഞ്ഞ് ചേർക്കുക. പിന്നെ അതിലേക്ക് ഉണക്ക നാരങ്ങ, ആവശ്യത്തിന് നമ്മുടെ കുക്കിംഗ് ഓയിൽ. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് കളർ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, അത് ആഡ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. കുട്ടികളൊക്കെ ഉണ്ട്, അവർക്ക് കൊടുക്കുന്നതാണെങ്കിൽ ഫുഡ് കളർ അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 1 to 2 hours റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഫ്രിഡ്ജിൽ. ഇനി നിങ്ങൾക്ക് സമയമില്ലാന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 1/2 hour അല്ലെങ്കിൽ ഒരു 20 minutes എങ്കിലും വെക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമ്മൾ ബിരിയാണിക്കൊക്കെ വെക്കുന്നത് പോലെ തന്നെ റൈസ് റെഡിയാക്കി എടുക്കുക. ബിരിയാണി റൈസ് അല്ല എന്ന് മാത്രം. നമ്മൾ നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സെയിം പാത്രത്തിൽ തന്നെ നമ്മൾ ചിക്കൻ തിരിച്ചു മറിച്ചു ഇട്ട് കുക്ക് ചെയ്തെടുക്കുക. നമ്മൾ 3/4 വേവിലാണ് അരി വേവിച്ചെടുത്തത്. ഇനി ആ അരി നമ്മൾ വേവിച്ചെടുത്ത ചിക്കൻ്റെ മേലെ വെച്ച് ഒരു 2-3 പച്ചമുളക് കുത്തി കൊടുക്കുക. പിന്നെ കുറച്ച് ഫുഡ് കളറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഫോയിൽ പേപ്പർ കൊണ്ട് ചെറിയൊരു ബൗൾ പോലെ ഉണ്ടാക്കി അത് നമ്മൾ ഈ റൈസിൻ്റെ മേലെ വെക്കും, നടുക്ക്. കാരണം നമുക്കിനി വേണം നമുക്ക് ചാർക്കോൾ ചൂടാക്കി ഇതിലേക്ക് വെക്കാം. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടായ ചാർക്കോൾ വെച്ച് ഉടനെ തന്നെ നമ്മളത് ഫോയിൽ പേപ്പർ വെച്ച് നന്നായി കവർ ചെയ്ത് ലിഡ് വെച്ച് നമ്മൾ അടച്ചു വെച്ചു. ഇനി നമ്മുടെ മന്തി റൈസ് എങ്ങനെ ആയിട്ടുണ്ടെന്ന് നോക്കാം. റൈസൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇപ്പോഴും ചാർക്കോളിൽ നിന്ന് പുക വരുന്നുണ്ട്. എന്തായാലും റൈസിന് നല്ല സ്മോക്കി ഫ്ലേവർ. നമ്മൾ റൈസെല്ലാം ചിക്കനും കൂടെ മിക്സ് ചെയ്ത് ഇപ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. ഇനി കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാം. കാണാനുള്ള ഭംഗി മാത്രമല്ല, കഴിക്കാനും സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി നോക്കിയിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റ്സ് അറിയിക്കുക.